ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു വീടിൻ്റെ ഐശ്വര്യമെന്ന് പറയുന്നത് ആ വീട്ടിലെ സ്ത്രീകളാണ്. അതിരാവിലെ ഈ സമയത്ത് ഉണരുന്ന സ്ത്രീകളിലും ആ കുടുംബത്തും ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. ഒരു വീടിൻ്റെ അടിത്തറ എന്നത് ആ വീട്ടിലെ സ്ത്രീകളാണ്. സ്ത്രീകളുടെ ശീലങ്ങൾ ആ കുടുംബത്തിൻ്റെ പരാജയങ്ങളെ നേരിട്ട് ബാധിക്കുന്നു. ഒരു വീടിൻ്റെ ഐശ്വര്യവും സമാധാനവും സാമ്പത്തികമായ ഉയർച്ചയും നിർണ്ണയിക്കുന്നത് ആ വീട്ടിലെ സ്ത്രീ രാവിലെ ഉണരുന്ന സമയത്തെ ആശ്രയിച്ചാണ് എന്നുള്ള സത്യം ആർക്കൊക്കെ അറിയാം. ഒരു വീടിൻ്റെ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ തലവര തന്നെ മാറ്റുന്ന സമയമാണ് ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത്. ഈ ബ്രഹ്മമുഹൂർത്തം 4 മണിക്കും 5 മണിക്കും ഇടയിലുള്ള ഈ സമയം നമ്മുടെ വീടുകളിൽ നമ്മൾ നന്നായി അധ്വാനിക്കുന്നുണ്ട്. നന്നായി അധ്വാനിച്ചിട്ടും പക്ഷേ നമ്മുടെ വീട്ടിൽ പൈസ നിൽക്കാത്ത അവസ്ഥ, ഒരു തരത്തിലും സാമ്പത്തിക പുരോഗതി ഇല്ലാതെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളുമായി മുന്നോട്ട് ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ തീർച്ചയായും കാണണം. പലപ്പോഴും കഠിനാധ്വാനം ചെയ്തിട്ടും വീട്ടിൽ പൈസ നിൽക്കാത്ത അവസ്ഥയും, അതുപോലെ വീട്ടിൽ എന്നും സമാധാനം ഇല്ലാതെയും വഴക്കും ബഹളവുമായി എപ്പോഴും ഉണ്ടായി സാമ്പത്തികമായും മാനസികമായും പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിന് മാറ്റം വരുത്താൻ നമ്മളെ കൊണ്ട് തന്നെ സാധിക്കും. ഈ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ നിങ്ങളുടെ വീടുകളിലും അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. സ്ത്രീകൾ നേരത്തെ ഉണരണം. ഒരു പ്രത്യേക സമയം ഉണ്ട്, ആ ഉണരേണ്ട സമയം തന്നെ. ആ സമയത്ത് നമ്മൾ നേരത്തെ ഉണരുകയാണെങ്കിൽ നമ്മളിൽ പല മാറ്റങ്ങളും വന്ന് സംഭവിക്കും. ഇത് വെറും അന്ധവിശ്വാസമൊന്നുമല്ല, വിശ്വാസത്തിൻ്റെ ഒരു കാര്യം തന്നെയാണ്. ആരും അന്ധവിശ്വാസമെന്നു കരുതരുത്, വിചാരിക്കുകയും ചെയ്യരുത്. ഇത് വലിയൊരു സത്യമാണ്. ഈ കാര്യങ്ങൾ കൃത്യമായി പാലിച്ചു പോയാൽ നമ്മുടെ ജീവിതത്തിൽ പല ഉയർച്ചകളും സംഭവിക്കും. തീർച്ചയാണത്. സ്ത്രീകളായ നമ്മൾ ഉണരേണ്ട പ്രത്യേക സമയം തന്നെയുണ്ട്. ആ സമയം നമ്മൾ ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത്. ആ സമയത്തിനെയാണ് നമ്മൾ അങ്ങനെ ബ്രഹ്മമുഹൂർത്തം എന്നൊക്കെ പറയുന്നത്. ഈ ബ്രഹ്മമുഹൂർത്ത സമയത്തിൽ സമയത്തിന് നമുക്ക് ഒരു വലിയ പ്രത്യേകത തന്നെയുണ്ട്. പ്രകൃതിയിൽ ഊർജം ഒരുപാട് നിറഞ്ഞു നിൽക്കുന്ന സമയമാണ് ഈ സമയം. ഈ ബ്രഹ്മമുഹൂർത്ത സമയത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ബ്രഹ്മമുഹൂർത്ത സമയത്തെ നമ്മൾ എഴുന്നേറ്റാൽ ഒരു പ്രത്യേക പോസിറ്റീവ് എനർജി നമ്മളിൽ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ സൂര്യോദയത്തിന് 1.5 മണിക്കൂർ മുമ്പുള്ള സമയത്തിനെയാണ് ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത്. രാവിലെ 4 മുതലാണെങ്കിൽ 5:30 മുമ്പ് വരെയുള്ള സമയം തന്നെ. അതായത് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി ഉള്ളതും പ്രകൃതി ശാന്തമായി ഇരിക്കുന്ന സമയമാണിത്. ഈ സമയത്ത് നമ്മളിലേക്ക് ഒരു പ്രത്യേക ഊർജം തന്നെ വന്ന് നിറയുന്നതായിരിക്കും. നമ്മളിൽ ഉണ്ടാകുന്ന ആ പോസിറ്റീവ് എനർജി നമ്മുടെ വീട്ടിൽ മൊത്തം നിറയുന്നതുമായിരിക്കും. അതുപോലെ മനസ്സും കുറേയേറെ നമുക്ക് ശാന്തമായിരിക്കും. നമ്മുടെ മനസ്സും ശരീരവും ശാന്തമായി കഴിഞ്ഞാൽ ആ ദിവസം തന്നെ മൊത്തം നമ്മളിലൊരു ശാന്തത പ്രകടമാകും. ചെയ്യുന്ന പ്രവൃത്തികളിലൊക്കെ ഒരു ഉത്സാഹം കാണുകയും ചെയ്യും. നമ്മളിലുള്ള ദേഷ്യപ്പാടുകൾ എല്ലാം മാറി വീട്ടിൽ ഒരു പ്രത്യേക ശാന്തമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ തന്നെ നമ്മൾക്ക് തന്നെ കഴിയും. രാവിലെ 5 മണിക്കെങ്കിലും എഴുന്നേറ്റ് കുളിച്ച് വിളക്ക് വെച്ചാൽ, പ്രാർത്ഥിച്ചാൽ നമ്മൾക്ക് നമ്മുടെ കുടുംബത്തെ ഉയർച്ചയിലേക്ക് എത്തിക്കാനും പറ്റുകയും ചെയ്യും. ഈ സമയത്തുള്ള പ്രാർത്ഥനയ്ക്ക് ഒരുപാട് ഗുണങ്ങൾ നമ്മളിലേക്ക് വരികയും ഉണ്ടാവുകയും ചെയ്യുന്ന സമയമാണ്. സ്ത്രീകൾ വീട്ടിലെ എല്ലാവരും ഉണരുന്നതിന് മുമ്പ് നമ്മളെല്ലാവരും ഉണരുന്നതിന് മുമ്പേ കുറച്ച് നേരത്തെ നമ്മളിങ്ങനെ ഉണരുകയാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഉണരുന്ന വ്യക്തികളുടെ മുഖത്ത് തന്നെ ഒരു പ്രത്യേക തേജസ് തന്നെ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാം. ആ പോസിറ്റീവ് എനർജി നമ്മുടെ വീടുകളിൽ മൊത്തം ഉണ്ടാവുകയും ചെയ്യും. നമ്മൾ രാവിലെ വെപ്രാളം പിടിച്ച് തിടുക്കപ്പെട്ട് എഴുന്നേറ്റാലാണെങ്കിൽ ആ ദേഷ്യവും വെപ്രാളവും ആ ദിവസം മൊത്തം നമ്മളിൽ ഉണ്ടായിരിക്കും. എന്നാൽ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുന്ന സ്ത്രീകൾക്ക് ദിവസം മുഴുവൻ ശാന്തമായി കാര്യങ്ങൾ ചെയ്യാനും മാനസികമായും ശാരീരികമായുള്ള കരുത്ത് ലഭിക്കുകയും ചെയ്യും. രണ്ടാമതായി, മഹാലക്ഷ്മിയുടെ കടാക്ഷം നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്നു. ബ്രഹ്മമുഹൂർത്തത്തിൽ വിളക്ക് തെളിയിക്കുമ്പോൾ അത് നമ്മുടെ വീടുകളിൽ കൂടുതലായി വന്നു ചേരുകയും ചെയ്യും. സ്ത്രീകളെ വീടിൻ്റെ മഹാലക്ഷ്മികളായൊക്കെയാണ് കണക്കാക്കുന്നത്. വൃത്തിയും വെടുപ്പും ഉള്ളതും പ്രഭാതത്തിൽ വിളക്ക് തെളിയിക്കുന്നതുമായ വീടുകളിൽ മഹാലക്ഷ്മി വസിക്കുമെന്നാണ് പറയുന്നത്. രാവിലെ വൈകി എഴുന്നേൽക്കുന്ന വീടുകളിലും അതുപോലെ തന്നെ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞ് ഉറങ്ങുന്ന വീടുകളിലും ദാരിദ്ര്യം കടന്നു വരിക തന്നെ ചെയ്യും. സമ്പത്തില്ലാതാവുകയും ചെയ്യും. അതുപോലെ തന്നെ ഉള്ള സമ്പത്തിൽ നിന്നുള്ള പണം അസുഖങ്ങൾക്കും മറ്റും ചിലവാക്കി കളയേണ്ട അവസ്ഥ വരുമെന്നും ഒക്കെയാണ് നമുക്ക് പറയുന്നത്.
പറയുന്നത് തന്നെയല്ല, അത് സത്യവും തന്നെയാണ്. നമ്മൾ എത്രയും നേരത്തെ സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ എഴുന്നേൽക്കാൻ ശീലിക്കുക. അത് സത്യമായ കാര്യമാണ്. നമ്മൾ വീടാണെന്നുണ്ടെങ്കിൽ ഉറങ്ങി കിടക്കും തോറും നമ്മുടെ വീടും ഉറങ്ങും. അങ്ങനെയൊക്കെ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചേരേണ്ട അവസ്ഥ വരും. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് നമ്മൾ കുളിച്ച് ശുദ്ധമായി അടുക്കളയിൽ കയറി പാചകം ചെയ്യുന്ന വീട്ടിലാണെങ്കിൽ ഐശ്വര്യം ഉണ്ടാകുന്നു. നേരത്തെ ഉണരുന്ന സ്ത്രീകളെല്ലാം കൃത്യമായി കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ പറ്റുകയും സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് പ്രത്യേകമായിട്ട് പെട്ടെന്ന് പ്ലാൻ ചെയ്യാൻ പറ്റുകയും ഒരു വ്യക്തിയുടെ വിജയം ഒളിഞ്ഞിരിക്കുന്നതൊക്കെ ആ വ്യക്തിയുടെ ദിനചര്യയിലാണ്. ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത്. രാവിലെ എഴുന്നേൽക്കുന്ന ആളുകൾക്ക് രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാൻ കഴിയുന്നു. അതുപോലെ തന്നെ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുന്നതുകൊണ്ട് ശാരീരികവും മാനസികവുമായ സന്തോഷത്തിന് വളരെ ഉത്തമമാണ്. ഈ സമയത്ത് നല്ല ശുദ്ധവായു നമ്മൾക്ക് ലഭിക്കും. നല്ല ഓക്സിജൻ നിറഞ്ഞു നിൽക്കുന്ന സമയമാണ് ഈ ബ്രഹ്മമുഹൂർത്തം, ഈ വെളുപ്പിനുള്ള സമയം. എല്ലാം കൊണ്ടും നമ്മൾക്ക് ഗുണപ്രദമായ സമയമെന്ന് തന്നെ പറയാം. അതുപോലെ നല്ല ആത്മീയമായ ഉണർവ് നമ്മൾക്ക് ഉണ്ടാകുന്നു. ഈ ആത്മീയതയിൽ കൂടി നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടാകുന്നു. ജീവിത പുരോഗതി വർദ്ധിക്കുന്നു. കുടുംബ പ്രശ്നങ്ങൾ ഒഴിവാകുന്നു. ഒരുപാട് മാനസികമായും ശാരീരികമായ ബുദ്ധിമുട്ട് മാറുന്നു. അതുപോലെ തന്നെ നമ്മൾക്ക് ഈശ്വരനിലേക്ക് അടുക്കുംതോറും നമ്മുടെ ജീവിത പുരോഗതിയിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നു. രാവിലെയുള്ള പ്രാർത്ഥനകൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മുടെ മനസ്സിനെ തന്നെ ശുദ്ധീകരിച്ച് നെഗറ്റീവ് ചിന്തകളൊക്കെ നമ്മളുടെ മാറ്റി നല്ല പോസിറ്റീവ് ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ശീലങ്ങൾ നമ്മൾക്ക് ഒറ്റ ദിവസം കൊണ്ടൊന്നും മാറ്റാൻ പറ്റത്തില്ലെങ്കിലും നമ്മുടെ ശീലങ്ങൾ മാറ്റിയെടുത്താൽ നമ്മൾക്ക് പല അത്ഭുതങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്ന് സംഭവിക്കുന്നതായി കാണാം. നമ്മളിൽ പോസിറ്റീവായിട്ടുള്ള പലവിധ മാറ്റങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതായും നമുക്ക് കാണാൻ കഴിയുന്നു. അതുപോലെ തന്നെ എല്ലാവരുമൊക്കെ ഈ വീഡിയോകളൊക്കെ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവരും വീഡിയോ ഒക്കെ കാണണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. എല്ലാവർക്കും താങ്ക് യു.